അയ്യായപ്പാടത്ത് നിന്നാണ് നമ്മളെ ഉമ ഇന്നലെ കൊയ്തെടുത്തു. ഇനി 2 കണ്ടം കൂടി കൊയ്യാണ്ട്. അത് ഇന്നത്തോടു കൂടി പൂർത്തിയാകും. ബാക്കിയുള്ളത് പൊന്മണിയാണ്. പൊന്മണി ഒരു 10 ദിവസത്തിന് കഴിഞ്ഞാൽ മൂപ്പെത്തുമെന്നാണ് തോന്നുന്നത്. നല്ല രീതിയിലുള്ള കതിർമണികൾ വന്നിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഈ 10-20 ദിവസത്തിനിടയിൽ പ്രകൃതി കോപിക്കുകയോ മറ്റുള്ള പ്രകൃതി പ്രതിഭാസങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് കർഷകർക്ക് കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ ഈ കൊയ്തെടുത്തത് ഒഴൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൃഷി ഇറക്കിയതിൻ്റെ ഭാഗമായിട്ടാണ്. രാവിലെ നമ്മൾ ഇങ്ങനെ പാടത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. അതേപോലത്തെ മനസ്സിന് നല്ല രീതിയിൽ സന്തോഷം തരുന്ന സംഗതിയാണ്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇന്നലെയും പത്രത്തിലൊരു വാർത്ത ഉണ്ട്. തൊട്ടടുത്ത നന്നമ്പ്ര പഞ്ചായത്തിൽ വയൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പൊതുപ്രവർത്തകർ അത് തടയുകയും ആ പൊതുപ്രവർത്തകരെ മണ്ണ് മാഫിയയും അതേപോലെ തന്നെ ഭൂമാഫിയയും അവർ സംയുക്തമായി ആക്രമിച്ചു, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ ഇന്നലെ വന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ പാടുപെടുമ്പോൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി കൃഷിയെയും പ്രകൃതിയെയും വരും തലമുറയ്ക്ക് നമ്മൾ സൂക്ഷിച്ചു വെച്ച് കൈമാറേണ്ട ഈ പ്രകൃതിയുടെ വരദാനത്തെയും നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. ഇപ്പോൾ ഇതിപ്പോൾ അയ്യായപ്പാടാണ്. ഒഴൂർ ഗ്രാമപഞ്ചായത്തിലെ, മലപ്പുറം ജില്ലയിലെ ഒഴൂർ ഗ്രാമപഞ്ചായത്തിലെ അയ്യായപ്പാടം. ഇത് എത്രത്തോളം കാലം ഇങ്ങനെ ഉണ്ടാകുമെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം കണ്ടില്ലേ, തെങ്ങിൻ തോപ്പുകൾ ഇറങ്ങി വയലിലേക്ക് ഓരോ ദിവസം ചെല്ലും തോറും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബന്ധപ്പെട്ട അധികാരികൾ, റവന്യൂ അധികാരികളായാലും ശരി, കൃഷി അധികാരികളായാലും ശരി, കൃഷിനിലം സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനവും അവർ നടത്തുന്നില്ല. ഭയങ്കര പരിതാപകരമായ അവസ്ഥയാണ്. കേരളം ഉപഭോക്തൃ സംസ്ഥാനമാണ് എന്നൊക്കെ നമ്മൾ വലിയ വായിൽ ഇങ്ങനെ സംസാരിക്കും. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും എത്തേണ്ട കൈകളിലോ അല്ലെങ്കിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് വരുന്നില്ല. ഏതായാലും ഈ പച്ചപ്പ് കുറച്ചെങ്കിലും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.